കാലവും മാറി, കോലവും മാറി. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ചില നിയമങ്ങളും മാറണം എന്ന് വാശി പിടിക്കുന്ന പുതിയ കാലത്തെ ജെൻസി യൂത്തിനോട് ചെറിയൊരു റിമൈൻഡർ ആണ്. ഇസ്ലാമിന്റെ ചില നിയമങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. കാരണം കെട്ടയിച്ചുവിട്ട ലിബറൽ ചിന്തകളോടെ നിങ്ങളെ ജീവിക്കാൻ ഇസ്ലാമിന്റെ ചില നിയമങ്ങൾ, ചില ബൗണ്ടറീസ് വെക്കുന്നുണ്ട്. ആ നിയമങ്ങളൊക്കെ നിങ്ങൾക്കൊരു തടസ്സമാണ്. അന്യ പെണ്ണിനെ തൊടാൻ പാടില്ല, നോക്കാൻ പാടില്ല, വിഭജിക്കാൻ പാടില്ല, ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല, അഫയർ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇസ്ലാം നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് ആരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ അല്ല. തോന്നൽ അനുസരിച്ചിട്ട് തിരുത്തി എഴുതാൻ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ മാനിഫെസ്റ്റോയോ അല്ല. നന്മ ഏതാണ്, തിന്മ ഏതാണെന്ന് കൃത്യമായിട്ട് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അത് ഇന്നലെയും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്, നാളെയും അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം മനുഷ്യനുണ്ടാക്കിയതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 2 ദിവസത്തെ സോഷ്യൽ മീഡിയ ട്രെൻഡിൽ മുങ്ങിപ്പോകുന്നതോ ഒലിച്ചു പോകുന്നതോ നിങ്ങൾ ഈ 3, 2, 5 ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ പൊളിച്ചു കളയാൻ പറ്റുന്നതോ അല്ല ഇസ്ലാം. ഇസ്ലാമിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമില്ല. തുറന്നു പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നരുത്. പക്ഷെ മനുഷ്യന് ജീവിക്കാൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളും ഇസ്ലാമിന്റെ നിയമങ്ങളും അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പാവം പെൺകുട്ടികൾ തെരുവിൽ ബലാത്സംഗം ചെയ്യപ്പെടും. നാളെയുടെ ജീവനായിട്ടുള്ള പുതിയ തലമുറയിലെ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകും. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറാം. സൂര്യന് വെളിച്ചം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളാരും ടോർച്ച് അടിച്ചു കൊടുക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാം